നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏകദേശം 2 ദിവസത്തിന് മുന്നേ OTT റിലീസ് ചെയ്ത ഒരു സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് മനസാ വാച. 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള സിനിമ. സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീകുമാർ പൊടിയൻ. ദിലീഷ് പോത്തനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ദിലീഷ് പോത്തനോടൊപ്പം ശ്രീജിത്ത് രവിയുണ്ട്, സായ് കുമാർ ഉണ്ട്, പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, കിരൺ കുമാർ ഉണ്ട്. പുതുമുഖമാണ് എനിക്ക് തോന്നുന്നു. ഇത്രയും പേര്, ഇത് കൂടാണ്ട് നമ്മൾ അറിയുന്ന ഒരുപാട് താരങ്ങളുണ്ട്. ഇത്രയും പേരാണ് ഇതിന്റെ മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സിനിമ തിയേറ്ററിൽ ഇറങ്ങി അത്യാവശ്യം ആളുകളൊക്കെ ചിരിച്ച് ഭയങ്കര എന്റർടൈൻഡ് ആയ സിനിമ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് കാണുന്നത്. അത്രയും ഒന്നും കൂടെ ചിരിപ്പിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ നർമ്മങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചെറിയ നല്ല സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ടുവേർഡ്സ് ദ എൻഡ് സിനിമ നന്നാവുകയാണ് ചെയ്തത്. എനിക്ക് ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഉള്ളതിനേക്കാളും അവസാനത്തെ ഹാഫ് ആൻ അവർ കുറച്ചുകൂടെ നന്നായി വന്ന പോലെ എനിക്ക് തോന്നി. കാരണം ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഏതാണ്ട് ഇങ്ങനെ നിന്ന സമയത്താണ് പ്രശാന്ത് അലക്സാണ്ടറിന്റെ വരവ്. പ്രശാന്ത് അലക്സാണ്ടർ വന്ന ശേഷം സിനിമയ്ക്ക് കുറച്ച് ഒരു മൂവ്മെന്റ് ഉണ്ട്. രസമായിട്ട് പ്രശാന്ത് അലക്സാണ്ടർ റോൾ ചെയ്തു. ഓഫ് കോഴ്സ് നമ്മുടെ ധാരാവി ദിനേശനായിട്ട് എത്തുന്നത് നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ദിലീഷ് പോത്തനാണ്. ദിലീഷ് പോത്തൻ ആ റോള് നൈസായിട്ട്, ദിലീഷ് പോത്തൻ ഏത് റോൾ ചെയ്താലും അടിപൊളിയാണ്. പക്ഷേ ഈ റോളും വളരെ മനോഹരമായിട്ട് ചെയ്തു. ധാരാവി ദിനേശന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മോഷണം നടത്തുന്നതിന് മുന്നേ ആ ഏരിയയിൽപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു പാട്ട് പാടും. ആ പാട്ട് പാടി അതിൻ്റെ അർത്ഥം ആ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു കളവ് നടക്കുന്നതാണ്. ഇതൊക്കെയാണ്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പോക്ക്. പക്ഷെ അവസാനം ഈ സിനിമയ്ക്ക് ഒരു 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 ചെറിയ ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ചെറിയൊരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. രസമായിരുന്നു, വളരെ കൺവിൻസിങ് ആയിരുന്നു. ആ സംഭവം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ആ പ്ലാൻ എന്തുകൊണ്ട് നടപ്പാക്കി എന്നുള്ളതിന് അത് സായ്കുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ കൺവിൻസിങ് ആയിരുന്നു. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ പുഞ്ചിരികളോടൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അല്ലാതെ ഭയങ്കര എക്സ്പെക്ടേഷൻസോടെ ഭയങ്കര സൂപ്പർ ആയിരിക്കും എന്നുള്ളൊരു ഒരു അവകാശവാദമൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ തമാശകളും ചെറിയ ഇതൊക്കെ ബോറടിപ്പിക്കില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തന്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞു, നല്ല രസമായിട്ട് ദിലീഷ് പോത്തൻ ആ റോള് കൈകാര്യം ചെയ്തു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു ലേഡി കോൺസ്റ്റബിൾ ഉണ്ട്, അവരുടെ റോള് നല്ല രസമായിരുന്നു. അവര് ഈ ധാരാവി ദിനേശനെ വളരെ ആരാധനയോടെ നോക്കുന്ന സീൻസ് എല്ലാം വളരെ നൈസായിട്ട്, വളരെ തന്മയത്തോടെ ആ റോള് ചെയ്തത്. നല്ല രസമായിരുന്നു അവരുടെ റോള്. പിന്നെ പോലീസ് സ്റ്റേഷനിലുള്ള 2-3 കോൺസ്റ്റബിൾസ് ഉണ്ട്. അവരെല്ലാവരും പുതുമുഖങ്ങളാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ വളരെ മനോഹരമായിട്ട് അവരെല്ലാവരും അവരുടെ റോള് ചെയ്തവർ തോന്നി. പുതുമുഖങ്ങളാണെന്ന് തോന്നാത്ത രീതിയിൽ നല്ല രസമായിട്ട് ആ റോള് ചെയ്തു. പിന്നെ സുസ്മി, നമ്മുടെ ധാരാവി ദിനേശന്റെ ഭാര്യ അല്ലെങ്കിൽ പാർട്ട്ണർ, അവരുടെ റോള് നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ആ മലയാളം ശരിക്കും അറിയാൻ പാടാത്ത ആ സ്ലാങ് ഒക്കെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവർ കിടിലമായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ധാരാവി ദിനേശനെ പിടികൂടുമ്പോഴുള്ള സീനൊക്കെ നല്ല രസമായിരുന്നു. നല്ല രസമായിട്ട് അവർ അഭിനയിച്ചു. പിന്നെ എനിക്ക് തോന്നിയത് പുതുമുഖമായ കിരൺ കുമാർ പുതുമുഖമാണെന്ന് തോന്നാത്ത രീതിയിൽ നല്ല രസമായിട്ട് റോൾ ചെയ്ത പോലെ എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതൊരു 3 പേരെ ചുറ്റിയാണ് ആ കഥ. അതിൽ ഒരാൾ നമ്മുടെ ജൂബിച്ചൻ എന്ന ഈ കിരൺ കുമാറിന്റെ റോളാണ്. നല്ല രസമായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ, ഞാൻ പറഞ്ഞു പ്രശാന്ത് അലക്സാണ്ടർ വരോടെയാണ് സിനിമയ്ക്ക് ഒരു ചെറിയ മൊമെന്റ് ഒക്കെ കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല രസമായിട്ട് പ്രശാന്ത് അലക്സാണ്ടർ ചെയ്തു. ചെറിയ തമാശകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പ്രശാന്ത് അലക്സാണ്ടർ റോള് വളരെ നന്നായിരുന്ന പോലെ എനിക്ക് തോന്നി. ഓവറോൾ നിങ്ങൾക്ക് ബോറടിക്കാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, ഒരു എബോവ് ആവറേജ് സിനിമ. അവസാനത്തേക്ക് എത്തുമ്പോൾ സിനിമ കുറച്ചുകൂടെ നന്നാവുന്ന പോലെ എനിക്ക് തോന്നി. ആദ്യത്തെ 1.5 മണിക്കൂറത്തേക്കാൾ അവസാനത്തെ ഹാഫ് ആൻ അവർ കുറച്ച് നന്നായി എൻഡ് ചെയ്ത പോലെ ഒരു സിനിമ. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.